അങ്ങനെ ഹിയോ എൻഗേജ്മെന്റ് ദിവസം ആ സമയം ആകുന്നത് കൊണ്ട് തന്നെ ഹാളിലേക്ക് പോകാനായി തുടങ്ങുമ്പോഴാണ് ഓപ്പോസിറ്റ് നിന്ന് ജൂൻ ദാരിയെ ആന്റി എന്ന് വിളിച്ചു വരുന്നത് ഹിയോ കേൾക്കുന്നത്. അതുമാത്രമല്ല, അപ്പോഴേക്കും അവരുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കാനെത്തിയ ഇവർക്ക് അറിയാവുന്ന ഒരു നെയ്ബറോ സംതിങ് ഇവരെ കണ്ടുകൊണ്ട് വന്നിട്ട്, നിങ്ങൾ എപ്പോഴും ഒരു വീട്ടിലാണോ താമസിക്കുന്നത്, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ, പുതുതായിട്ട് മാരീഡ് ആവുന്നവർക്ക് പുതിയ വീടിന് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ദാരി, അയ്യോ അതെങ്ങനെയാ, ഞങ്ങള് ബ്രദർ സിസ്റ്റർ പോലെ അല്ലേ, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് എന്ന് തമാശക്ക് പറഞ്ഞിട്ട് അവർ സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഹിയോ ഭയങ്കര ഷോക്കായിട്ട് കേട്ടുകൊണ്ട് നിൽക്കാണ്. അവള് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇവൻ ഓർക്കുന്നത്. ദാരെ ഫസ്റ്റ് ഇവനോട് ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ടെക്നിക്കലി ബോയ് ഫ്രണ്ട് അല്ല ഹസ്ബൻഡ് ആണ് ഉള്ളത് എന്നാണല്ലോ പറഞ്ഞത്. മാത്രമല്ല, അന്ന് ഗീവ് അവേ പർച്ചേസിനും കാര്യങ്ങളൊക്കെ പോയ സമയത്ത് ഒരമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇവനോട് തന്നെയാണ് ചോദിച്ചത്. അതുമല്ല, ഇവരുടെ ആ ഒരു കൊളീഗൊക്കെ ഇവർക്ക് ഒരു കുട്ടിയെ വളർത്തി പരിചയമില്ല എന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവന് അതിനുള്ള മറുപടി കിട്ടുകയാണ്. എന്തായാലും ഏകദേശം ഒരു ധാരണ ഇവന് എത്തുകയാണ്, അവള് മാരീഡ് അല്ല എന്ന കാര്യം. ആ ഒരു സമയത്ത് അമ്മയും റെഡിയായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അമ്മ എന്നെ കാത്തു നിൽക്കാണോ എന്ന് ചോദിക്കുമ്പോ ഹിയോ, അതെ, അമ്മയല്ല എന്റെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ട വ്യക്തി, നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചിട്ട് പോവാണ്. ലാസ്റ്റ് നിമിഷമാണല്ലോ ഇവൻ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതിന്റെ ആ ഒരു റിയാലിറ്റി കുറിച്ച് വലിയ കൺഫേം ആയിട്ട് അറിയില്ല. സോ ഇവനും യാങ്ങും ആയിട്ടുള്ള ആ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷന് ഇവർ രണ്ടുപേരും ഹാളിലേക്ക് വരികയാണ്. രണ്ടുപേരും ഒരു താല്പര്യവും ഇല്ലാതെയാണ് വരുന്നത്. ജി ഹിയും ഹോങ്ങും അച്ഛനും എല്ലാരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഹിയോന്റെ അമ്മ അത്ര ഓക്കെ ആയിട്ടൊന്നും അല്ല അവിടെ ഉള്ളത്. ഹിയോ ഒരു താല്പര്യവും ഇല്ലാതെയാണ് ആ ഒരു എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് എന്ന് ഇവർക്ക് അറിയാലോ. അതുകൊണ്ട് സോ ആ ഒരു ഫംഗ്ഷൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ ജി ഹി ഉടനെ തന്നെ ഈ ഒരു മാനേജറിനെ നോക്കാണ്. അയാളും ഒരു പെൻഡ്രൈവ് എടുത്ത് ഇവളെ കാണിക്കുന്നു. കാരണം ഇവൾക്ക് മുന്നേ തന്നെ ദാരിയുടെയും ഹിയോന്റെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയതാണല്ലോ. സോ ഈ ഒരു എൻഗേജ്മെന്റ് ഇപ്പൊ കോളോ ആക്കാനായിട്ട് ജി ഹി ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ ഈ ഒരു പെൻഡ്രൈവ് ഫയലിൽ ആക്കിയിട്ടുണ്ട്. അതെല്ലാം തന്നെ എല്ലാവർക്കും മുന്നിലും ഷോ ചെയ്ത് ഈ ഒരു കല്യാണം കൊണ്ടുപോകാനാണ് ഇവരുടെ പ്ലാൻ. അപ്പോഴേക്കും റിംഗ് എക്സ്ചേഞ്ച് സമയവും കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഹിയോ ആ ഒരു റിംഗ് കാണുന്ന സമയത്ത് സ്റ്റക്കായി പോവാണ്. ആ ഒരു ജെയ്ജോ ഐലൻഡിൽ വെച്ച് ഇതുപോലെ ഒരു റിംഗും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇവൻ ദാരിയുടെ കയ്യിൽ ഇട്ടുകൊടുത്തിരുന്നത്. സോ ആ ഒരു കാര്യമാണ് പെട്ടെന്ന് ഇവന് ഓർമ്മ വന്നിട്ട് അവിടെ സ്റ്റക്കായി പോകുന്നത്. ലാസ്റ്റ് എല്ലാരും കൂടെ വിളിച്ച് ഇവനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. സോ ഇവന് താല്പര്യമൊന്നുമില്ലാതെ ഇവൾക്ക് ആ ഒരു റിംഗ് ഇട്ടുകൊടുക്കാനായിട്ട് പോകുന്നു. പക്ഷെ യാങ് അതിലും താല്പര്യമില്ലാത്ത രീതിയിൽ അതിനെ ബ്ലോക്ക് ആക്കുന്ന പോലെ കൈ പിടിക്കുകയാണ്. ആ ഒരു റിംഗ് ഇടാൻ സമ്മതിക്കുന്നില്ല. ഇത് നമ്മൾ റീൽ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കല്ലേ. സോ എല്ലാവരും അത് കണ്ട അമ്പരക്കാണ്. എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ യാങ് എല്ലാവരോടും, എനിക്ക് നിങ്ങളുടെ കാര്യം പറയാനുണ്ട്, സത്യം എന്താണെന്ന് വെച്ചാല് എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ആ ഒരു വിവാഹത്തിന് താല്പര്യമില്ല എന്ന രീതിയിൽ പറയാനായിട്ട് വരുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ ഹിയോന്റെ അമ്മ ആ ഒരു സംഭവങ്ങളൊക്കെ കണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ബോധം കിട്ടി വീഴുകയാണ്. ഹിയോ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. എന്നിട്ട് അവരിപ്പോ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഹിയോ നല്ലോണം പേടിച്ച് നല്ല ടെൻഷനായിട്ട് വണ്ടി പെട്ടെന്ന് വിടാനായിട്ട് മിനിനോട് പറയുമ്പോ, അമ്മ വേണ്ട വേണ്ട, പയ്യെ പോയാൽ മതി, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് എഴുന്നേൽക്കാണ്. എന്നിട്ട് അമ്മ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി ആരും വരുന്നില്ല എന്ന് ആശ്വസിച്ച് സമാധാനമായിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. അപ്പോ ഹിയോ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവര്, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോ ഇവൻ, അമ്മ അപ്പൊ ബോധം കെട്ടി വീണതോ എന്ന് ചോദിക്കുമ്പോ ഇവര്, ഞാനത് അഭിനയിച്ചതല്ലേ എന്ന് പറയാണ്. ഇവർക്ക് അറിയാവുന്നല്ല ഈ ഒരു എൻഗേജ്മെന്റിന് ഇവന് താല്പര്യം ഇല്ലാതെയാണ് നടക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻഗേജ്മെന്റ് ഹാളിലേക്ക് വരുന്നതിന് മുന്നേ ഇവർക്ക് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന്. മാത്രമല്ല, ദാരിയുടെ അമ്മ ഇവരോട് പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മള് ധൈര്യം ഇല്ലെങ്കിൽ പോലും ധൈര്യം ഉണ്ടാക്കണമെന്ന്. സോ അതൊക്കെ മനസ്സിലാച്ചിട്ടാണ് ഇവർ ആ ഒരു എൻഗേജ്മെന്റ് ഇപ്പോൾ കോളം ആക്കിയിരിക്കുന്നത്. അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല എന്നറിയുമ്പോൾ ഹിയോന് സമാധാനമാവുന്നു. പക്ഷെ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അവൾക്ക് ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനല്ലാതെ അവളെ കൊണ്ട് ഒരു ഗുണമില്ല, ഇന്ന് തന്നെ അവൾക്ക് ബോധം കിട്ടി വീണേ പറ്റുള്ളായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ജിഹി, അല്ല അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഇയാളെ, എന്തിന്, ഇത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ, ഈ ഒരു കാര്യം ഇനി എത്രയും പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്യാനുള്ള അടുത്ത ഡേറ്റ് നോക്ക്, ഇനിയിപ്പോ എന്തായാലും എൻഗേജ്മെന്റ് ഒന്നും വേണ്ട, കല്യാണത്തിലേക്ക് തന്നെ കടക്കാം എന്ന് പറയുമ്പോൾ ഇവള്, അത് വേണോ, ഇത്ര പെട്ടെന്നൊക്കെ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇയാളുടെ കമ്പനി പുതിയ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അതിന്റെ ആ നേട്ടങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ ഒരു വിവാഹം എത്രയും പെട്ടെന്ന് നടക്കേണ്ടത് ഇയാളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇവൾക്ക് അത് കണ്ട് നല്ല ദേഷ്യം വരുന്നു. ഇവള് ഇടപെടാതെ തന്നെ ആ ഒരു എൻഗേജ്മെന്റ് എന്തായാലും കോളായി. പക്ഷേ ഹിയോന്റെ ആ ഒരു പേരും കാര്യങ്ങളൊന്നും ഇവൾക്ക് ഇല്ലാതാക്കാൻ ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യത്തിലാണ്. അതിനുശേഷം അമ്മ ഇപ്പോൾ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ട് ഹിയോന് 2 ലോയർമാരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു നാച്ചുറൽ ബേബി ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുക്കളുടെയും യഥാർത്ഥ അവകാശിയും അതിന് പിന്നിൽ പ്രവർത്തിച്ച ബ്രെയിനും ഒക്കെ ഹിയോന്റെ അമ്മയുടെ കഷ്ടപ്പാടാണ്. ഇവരുടേതാണ് ആ ഒരു സ്വത്തുക്കൾ മുഴുവൻ. പക്ഷെ ഇവന്റെ ഫാദർ ഇവരെ വിവാഹം കഴിച്ചത് ആദ്യം ഇവരോടുള്ള പ്രണയം ആണ് എന്നാണ് ഇവർ വിചാരിച്ചത്. അവർ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. പക്ഷെ പിന്നീടാണ് ഇവരുടെ ആ ഒരു കയ്യിലുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് അയാൾ ഇവരെ സ്നേഹിച്ചത് എന്ന കാര്യമൊക്കെ തിരിച്ചറിഞ്ഞത്. എന്നിട്ട് ഇവരെ മാനസിക ആശുപത്രിയിൽ ഉൾപ്പെടെ ഇവർക്ക് തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കിയിരുന്നു. അത് അയാൾ തന്നെയാണ് ചെയ്തത്. എന്നിട്ട് ഇവരുടെ സ്വത്തുക്കളുടെ എല്ലാം യഥാർത്ഥ അവകാശമായിട്ട് അയാൾ മാറി ഒരു ഗാർഡിയൻ സ്ഥാനത്തേക്ക് വന്ന് എല്ലാം നോക്കി നടത്തുന്ന രീതിയിൽ അയാൾ തന്നെയാണ് അത് എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ അതെല്ലാം തന്നെ ഇപ്പൊ തിരിച്ചു പിടിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായിട്ട് വലിയൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ലോയർമാരെ കൊടുത്ത് നിയമിച്ചിരിക്കുന്നത്. പക്ഷെ ഹിയോന് അത്ര ഉറപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ വേണം, അച്ഛന്റെ അടുത്ത് വന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അയാളെ പുറത്താക്കാൻ പറ്റുന്നതൊക്കെ ഹിയോന് വിശ്വാസമില്ല. കാരണം അയാൾ അത്രയും പവർഫുൾ ആയിട്ട് അവിടെ കയറിയിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ഈ ഒരു ലോയർ ഇവനോട്, നിങ്ങൾ നാഷണൽ ബേബിയുടെ കമ്പനിയിൽ തുടരാനായിട്ട് പറയാണ്.
ഇവർക്ക് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എത്തിച്ചു കൊടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവർ ഡീല് പറഞ്ഞ് ആ ഒരു ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ദാരിയും വൂവും ജൂണും ഒക്കെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് ആ ഒരു ഹാള് ദാരി കാണുന്നത്. ഇവളെ വിചാരിക്കുന്നത് ആ ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അവർ പോയി അവർ ഹാപ്പി ആയിട്ട് പിരിഞ്ഞു, ഇതൊക്കെയാണ്. എൻഗേജ്മെന്റ് മുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുശേഷം അമ്മ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇറങ്ങിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഹിയുവിന് നല്ല പേടിയുണ്ട്. കാരണം അച്ഛനെങ്ങാനും ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ഒരു മോശം സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ അമ്മ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. എന്റെ കാര്യങ്ങള് ഞാൻ തന്നെ ഇനി നോക്കിക്കോളാം. തൽക്കാലം നീ നിന്റെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. നീ നിന്റെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്ക്. ബാക്കിയുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്ന് കൊടുക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ഇവൻ വീട്ടിൽ വന്ന് അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആലോചിക്കുന്നത്. ഇവന്റെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനാണെങ്കിൽ ഇവന്റെ മനസ്സ് പറയുന്നത് ദാരിയെ വിവാഹം കഴിക്കാനാണല്ലോ. പക്ഷെ അവള് വലിയ കള്ളം പറഞ്ഞിട്ടാണല്ലോ ഇവനെ ഇത്രയും നാളും ഇമോഷണലി ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൾ എന്നോട് ഇങ്ങനെ കാണിക്കും, എന്തായാലും ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞ് ഇവൻ ഭയങ്കര ദേഷ്യത്തിലാണ് ഉള്ളത്. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. എല്ലാവരും ഇപ്പോൾ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ ഹിയു അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മീനിന്റെ ചെവിയിലെ എന്തോ കാര്യം പറയാണ്. അതായത് ഇവർ പുതിയൊരു പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഒരു മീറ്റിങ്ങിന് എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് ഓരോരുത്തർക്കും ഓരോ ടാസ്ക് ആയിട്ട് കൊടുക്കുന്നു. അതിൽ പ്രിന്റിങ്ങിന്റെ കാര്യവും പോസ്റ്ററിന്റെ കാര്യവും ഒക്കെ തന്നെയാണ് ദാരി ഏറ്റെടുക്കുന്നത്. ബാക്കിയുള്ളവർ ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ഇവർ ഓരോരുത്തരും തന്നെ അവരുടെ മക്കളുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറയാണ്. എന്റെ മകൻ അങ്ങനെയാണ്, ഉറങ്ങാൻ പാടാണ്, ഒറ്റയ്ക്ക് നോക്കാൻ പാടാണ്, ഇന്ന ക്ലാസ്സിൽ പാടാണ്, അങ്ങനെ അങ്ങനെയൊക്കെ പറയാണ്. ദാരിയും ചിരിക്കുന്നത് കണ്ട് ഹിയോ ഇവളോട് എന്താ നിന്റെ മകനും ഇതുപോലെ തന്നെയാണോ എന്ന് ഇവളെ ആക്കി ചോദിക്കുകയാണ്. ഇവനിപ്പോ യഥാർത്ഥ സത്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവളും അതെ എന്ന് പറയുകയാണ്. സോ ഇവൻ വീണ്ടും നിന്റെ മകന് ഏത് ക്ലാസ്സാണ് ബുദ്ധിമുട്ടായിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് ഒരു മറുപടി കിട്ടുന്നില്ല. ആ ഒരു കുട്ടിയുടെ യഥാർത്ഥ സിലബസ് കാര്യങ്ങളൊന്നും ഇവൾക്ക് അറിയില്ലല്ലോ. അത് വെച്ചിട്ട് തന്നെയാണ് ഇവൻ ഇവളോട് ആ ഒരു കാര്യം ചോദിക്കുന്നത്. പക്ഷെ ദാരിക്ക് പെട്ടെന്ന് ഒരു ആൻസറോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റുന്നില്ല. ആലോചിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ആന്റിമാരിൽ ഒരാള് എന്താ സാർ നിങ്ങളെ കുട്ടികളുടെ കാര്യമൊക്കെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ, കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ടാണോ, അതുകൊണ്ടാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്ന് ചോദിക്കാണ്. കുട്ടികൾക്ക് പല ക്ലാസ്സുകളും ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലപ്പോൾ കളിക്കാൻ വരെ താല്പര്യമില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ദാരിയും അതെ 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 എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് പറയുന്നത് കണ്ട് ഇവന് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്. സോ ഹിയോ ഈ ഒരു മീറ്റിംഗ് ഇവിടെ അവസാനിച്ചു എന്ന് ഭയങ്കര ഇതിൽ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ഇവരും അദ്ദേഹം എൻഗേജ്മെന്റ് മാറ്റി വെച്ചതുകൊണ്ടായിരിക്കും ഇത്ര വിഷമത്തിലും ദേഷ്യത്തിലൊക്കെ എന്ന് പറയുമ്പോഴാണ് ദാരി ഹിയോന്റെ ആ ഒരു എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ മുടങ്ങി എന്ന കാര്യം അറിയുന്നത്. സോ ഇവളും അതെങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വെട്ടുന്ന വയ്യാതായതുകൊണ്ടാണെന്ന് എല്ലാവരും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവളും ഇവൾക്ക് കൊടുത്ത ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇവന്റെ അടുത്തോണ്ടൊന്ന് കാണിച്ചിട്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, നിങ്ങളുടെ എൻഗേജ്മെന്റ് മാറ്റി വെച്ച കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ ഹിയു അതിന് മറുപടി ഒന്നും തന്നെ നൽകുന്നില്ല. ഇവൾ ചെയ്ത ആ ഒരു വർക്കില് സിൻസിയാരിറ്റി ഇല്ലാത്തതാണ്, ഇങ്ങനെയാണ് അമ്മമാർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇവള് ചെയ്തുകൊണ്ട് വന്ന ആ ഒരു പ്രോജക്ട് വീണ്ടും പോയി ശരിയാക്കിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞ് വീടാണ്. മാത്രമല്ല ഇവള് നേരത്തെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇവനോട് സംസാരിച്ചിരുന്നല്ലോ, അതുപോലെ ഒരു സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇവന് ഇപ്പൊ എടുത്ത് പിടിച്ചിരിക്കുകയാണ് ഇവളെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട്. ഇവൾക്കും അതിൽ എന്ത് മിസ്റ്റേക്ക് ആണ് ഉള്ളതെന്ന് അറിയില്ല. ആ ഒരു സംഭവം വീണ്ടും ക്ലിയർ ചെയ്തുകൊണ്ടുവന്ന് ഇവനെ കാണിക്കുന്നു. പക്ഷെ ഇവൻ അപ്പോഴും നോ പറയുകയാണ്, വീണ്ടും ശരിയാക്കാനായിട്ട് പറയുന്നു. ഇവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവളെ എത്രമാത്രം കഷ്ടപ്പെടുത്താൻ പറ്റും അത്രത്തോളം കഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോഡ് തവണ ഇവള് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ശരിയാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നു. പക്ഷെ അപ്പോഴെല്ലാം തന്നെ ഹിയു നോ പറഞ്ഞ് ഇവൾക്കിപ്പോ ആകെ വട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. അത്രയും തവണയാണ് അവൻ ഇവളെ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ആ സമയത്താണ് അങ്ങോട്ട് യാങ് കടന്നു വരുന്നത്. ഇപ്പൊ ഇവൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ദാരിക്ക് മനസ്സിലാവുന്നില്ല. യാങ് നേരെ ഹിയോനെ കാണാനാണ് എന്ന് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി പോകുന്നു. അവർ നല്ല രീതിയിൽ സംസാരിക്കുന്ന പോലെയാണ് ഇവൾക്ക് ഫീൽ ആവുന്നത്. അവർ തമ്മിൽ അപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇഷ്ടത്തിൽ തന്നെയാണ് എന്ന രീതിയിലാണ് ഇവളത് എടുക്കുന്നത്. പക്ഷെ യാങ് നേരെ വന്ന് ഇവനോട് ചോദിക്കുന്നത് നിങ്ങളുടെ അമ്മ ബോധം കിട്ടി വീഴുന്നതിന് മുന്നേ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഹിയോ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, എനിക്ക് ഇവനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അതല്ല നീ പറയാൻ വന്നത്, അല്ല നീ എന്ന് മുതലാ വൂന്താരിയും മാരീഡ് അല്ല എന്ന കാര്യം അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഷോക്കായി പോവാണ്. അത് നിങ്ങൾ അറിഞ്ഞോ, എപ്പോഴാ അറിഞ്ഞത്, എങ്ങനെയാ അറിഞ്ഞത്, ദാരിയാണ് നിങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ ഇവള് ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ പുറത്ത് ദാരി നിൽക്കാണ്. അത് ഓഫീസിന്റെ സൈഡിലേക്ക് വരാണ്. അതുകൊണ്ട് തന്നെ ഹിയു പെട്ടെന്ന് ഇവളുടെ വാ പിടിച്ചു പൊത്താണ്. ഇവൻ ആ ഒരു കാര്യം അറിഞ്ഞു എന്ന കാര്യം ദാരി അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ആ ഒരു സമയം തന്നെ പുറത്തുനിന്ന് ദാരി അകത്തോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഹിയു യാങ്ങിനെ കിസ് ചെയ്യുന്ന പോലെയാണ്. ആ ഒരു രീതിയിലാണ് ഇവൾ ആ ഒരു കാര്യം എടുക്കുന്നത്. ഇവൾക്കത് സഹിക്കാനേ ആവുന്നില്ല, ഭയങ്കര ഇതാവാണ്. അതുകൊണ്ട് തന്നെ ഇവൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകുന്നു. പക്ഷെ അവൾ അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ് ഹിയു ഇവളെ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വെച്ചത്. എന്നിട്ട് യാങ്ങിനോട് അല്പം ശബ്ദം കുറച്ച് സംസാരിക്കുക, ഇതുവരെ ആ കാര്യങ്ങളൊന്നും അവൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അല്ല നീ ഇതെന്തിനാ എന്റെ അടുത്ത് വരച്ചത് എന്ന് ചോദിക്കുമ്പോൾ യാങ് അത് പിന്നെ വൂ എന്നോട് പറഞ്ഞിട്ടാ ഇത് സീക്രട്ട് ആയിട്ട് വെക്കാൻ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്, അതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെ അനുഭവിച്ചു, നിങ്ങൾ എന്നെ എന്തൊക്കെയാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഹിയോ അതൊക്കെ വിട്ടേക്ക്, നമുക്ക് എന്തായാലും ഈ ഒരു കല്യാണം ക്യാൻസൽ ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് എപ്പോഴാ ഉള്ളതാണോ
ഞാൻ ഇപ്പൊ തന്നെ റെക്കോർഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ ഹിയോ പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്യണം. തൽക്കാലം നമുക്ക് ഒന്നായിരിക്കുന്നത് പോലെ അഭിനയിക്കാം കുറച്ച് നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവൻ കമ്പനിയിൽ നിൽക്കേണ്ട ആവശ്യകതകളുണ്ടല്ലോ, മാത്രമല്ല അമ്മയുടെ കണ്ടീഷനും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞ് ആ ഒരു സംഭവം നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അവളെ അറിയിക്കുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തുടർന്ന് അഭിനയിക്കും എന്ന് ഇവന് വാക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇനി ഞാൻ അപ്പോ വോയിന്റെ പിറകെ നടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഹിയോ അല്ല നീ എന്തിനാ അവനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് അവൻ ഭയങ്കര കൈൻഡ് ആണ്, ഹാൻസം ആണ്, വാമാണ്, കൂളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടം, എനിക്ക് പെർഫെക്റ്റ് മാച്ച് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്യണം, പുള്ളിക്കാരന് ദാരിയെ ഇഷ്ടം എന്ന് പറയുമ്പോ ഇവൻ എന്നിട്ടാണോ നിനക്ക് അത്ര അവനെ ഇഷ്ടം, മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ അവന്റെ പിന്നാലെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് നമുക്ക് ലൈഫില് ഒരാളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആ വ്യക്തിയെ എന്തായാലും നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ആ ഒരു ഫീലിംഗ് ഒക്കെ എൻജോയ് ചെയ്യണം. എനിക്ക് പുള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വൂനെ കാണാൻ വേണ്ടി ഇവൾ ഇറങ്ങി പോവാണ്. അവൾ പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇവന് നോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഒരാൾക്ക് ഇഷ്ടം അല്ല എങ്കിൽ പോലും നമ്മൾ ആ ഒരു വ്യക്തിയെ വിട്ട് കളയാൻ പാടില്ല എന്ന ഒരു കാര്യം. അതിനുശേഷം യാങ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ദാരിയും അങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് എന്തായി സംസാരിച്ചോ, കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തോ എന്ന് ചോദിക്കുമ്പോ യാങ്ങും അതെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞിട്ട് എനിക്ക് നിന്റെ കാര്യങ്ങളെല്ലാം അറിയാട്ടോ, നീ സിംഗിൾ അല്ലേ അതെനിക്കറിയാം എന്ന് പറയുമ്പോ അത് കേട്ട് ഇവള് ഷോക്ക് ആവുന്നു. അത് മാത്രമല്ല ആ സമയത്ത് ജീഹി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. യാങ് പറഞ്ഞ ആ ഒരു കാര്യം ഇവളെ കേട്ടു. സോ എന്നാ നീ പറഞ്ഞത് ദാരി സിംഗിൾ ആണെന്നോ, അതെങ്ങനെ ശരിയാവും എന്ന് ചോദിച്ച് ജീഹി അങ്ങോട്ടേക്ക് വരുമ്പോ യാങ്ങിന് പെട്ടെന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ കറക്റ്റ് സമയത്ത് ഹിയോ അവിടെ വന്ന് ഇടപെട്ട് അതെ പുള്ളിക്കാരി സിംഗിൾ ആണ്, യാങ് ഇപ്പോ ഐസ്ക്രീം എല്ലാവർക്കും വാങ്ങാൻ ഇറങ്ങിയത്, എനിക്ക് ഞാൻ ഡബിൾ മതി എന്ന് പറഞ്ഞു, ദാരിക്ക് സിംഗിൾ മതിയെന്ന് ഞാനാ പറഞ്ഞത്, അതിന്റെ കാര്യം ഇവള് ചോദിച്ചത് എന്ന് പറഞ്ഞ് നൈസിന് അവർ അഭിനയിച്ച് അവിടെ നിന്ന് തടി ഊരുകയാണ്. ജീഹിയും ആ ഒരു കാര്യം എന്തായാലും വിശ്വസിക്കുന്നു. അതിനുശേഷം ഇവര് രണ്ടുപേരും അച്ഛനെ കാണാനായിട്ടാണ് എത്തുന്നത്. ഇനി എപ്പോഴാ കല്യാണം വെക്കേണ്ടത് എന്നൊക്കെ അച്ഛൻ ഹിയോനോട് ചോദിക്കുമ്പോ ഹിയോ എനിക്ക് എന്നാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ അമ്മ അവിടെ ഉണ്ടായിരിക്കണം, അമ്മ ഒന്ന് റിക്കവർ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അച്ഛൻ ഭയങ്കര ടെൻഷനായിട്ട് അവള് ഇനിയും വല്ല തോപ്പിച്ചാലോ, മാത്രമല്ല ആ യാങ്ങിന്റെ ഫാദറിന്റെ മൈൻഡ് എങ്ങാനും മാറിക്കഴിഞ്ഞാലോ ഇത് കൊളാവും എന്ന് പറയുമ്പോൾ ഹിയോ അതോർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ ആ കാര്യം നോക്കിക്കോളാം, അദ്ദേഹം എന്തായാലും ഇതിന് നോ പറയാൻ പോകുന്നില്ല, എനിക്ക് വ്യക്തമായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ വിചാരിക്കുന്നത് ഈ കല്യാണത്തിനും അതുപോലെ തന്നെ ഈ കമ്പനിയിൽ തുടരാനും ഒക്കെ ഇവന് പൂർണ്ണ താല്പര്യമുണ്ട് എന്ന രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ എന്ന രീതിയിലാണ് അച്ഛൻ ആ ഒരു കാര്യങ്ങൾ എടുക്കുന്നത്. അത് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ നിനക്ക് ഉടനെ തന്നെ നല്ലൊരു പോസ്റ്റും കൂടെ നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട് ഇവൾക്ക് വീണ്ടും ആദ്യം കയറുകയാണ്. കാരണം അച്ഛന്റെ മനസ്സിൽ ഹിയോ വീണ്ടും വീണ്ടും ഇടം പിടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇവളേക്കാൾ കൂടിയ പോസ്റ്റ് വല്ലതും ഇവന് കൊടുത്തു കഴിഞ്ഞാൽ ഇവള് വീണ്ടും താഴേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇപ്പൊ നല്ലോണം ടെൻഷൻ ആവുകയാണ്. അതിനുശേഷം ഹിയോ തിരിച്ച് ഓഫീസിലേക്ക് വന്നിട്ട് അവിടെ ദാരി മാത്രമാണല്ലോ ഉള്ളത്. സോ ഇവളോട് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവൾ വിചാരിക്കുന്നത് ആ ഒരു പ്രോജക്ടിന്റെ കാര്യമായിരിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവളെ തയ്യാറാക്കിയ ആ ഒരു സംഭവം വീണ്ടും ഇവനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ഈ വീണ്ടും അതിൽ ആത്മാർത്ഥത ഇല്ല എന്ന കാര്യം തന്നെയാണ് പറയുന്നത്. സോ ദാരെ സർ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ എവിടെയാണ് മിസ്റ്റേക്ക് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ഹിയോ വീണ്ടും ആത്മാർത്ഥതയെ കുറിച്ചാണ് പറയുന്നത്. സോ അത് കേട്ട് ഇവള് സർ എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതിയിട്ടുള്ള വാക്കുകളിലല്ല പ്രശ്നം, നിങ്ങൾക്ക് എന്റെ അടുത്ത് എന്തോ പ്രശ്നമുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഹിയോ അതെന്താണെന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല സർ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഹിയോ നിനക്കറിയാം, നിനക്കാണ് അറിയാവുന്നത്, എന്തുകൊണ്ട് നിനക്കറിയില്ല, നുണകൾ ഉണ്ടാക്കി ബാക്കിയുള്ളവരുടെ സമാധാനം തകർത്തത് നീയല്ലേ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് അറിഞ്ഞൂടാ, നീ ശരിക്കും ആരാ, നീ ശരിക്കും വൂന്റെ വൈഫാണോ, ജോണിന്റെ അമ്മയാണോ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോ ഇവൻ എല്ലാ കാര്യവും അറിഞ്ഞു എന്ന് ഇവൾക്ക് മനസ്സിലാവുകയാണ്. ഇവള് ഭയങ്കരമായിട്ട് ഷോക്കായി പോകുന്നു. അപ്പോഴേക്കും ഇവിടെ യാങ് വീണ്ടും വൂവിനെ ശല്യം ചെയ്യാനായിട്ട് എന്നെ മിസ് ചെയ്തോ എന്ന് ചോദിച്ച് ഒരു ബൊക്കയും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇവളെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്നാണല്ലോ ഇവൻ വിചാരിച്ചിരുന്നത്. സോ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വീണ്ടും ഇവനെ തേടി തന്നെയാണ് എത്തിയിരിക്കുന്നത്. എന്നിട്ട് വൂവിനോട് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചത് നീ അറിഞ്ഞാണല്ലോ, നീയും ദാരിയും വിവാഹിതരല്ല എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന കാര്യം പറയുമ്പോൾ ഇവൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോവാണ്. ഇനി നിങ്ങൾ ഒന്നോർത്തും വരിയിടാവണ്ട, അത് പറഞ്ഞ് എന്നെ ഇനി സ്റ്റോപ്പ് ചെയ്യാന്ന് വിചാരിക്കണ്ട എന്ന് പറയുമ്പോൾ ദാരിയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവാണ്. അവള് തരണോ, അവൾക്ക് ഓക്കെ ആണോ, അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യാങ് അതെനിക്ക് അങ്ങനെ അറിയാം, ഞാൻ ഇതിനൊക്കെ അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവള് പോവാണ്. അവര് ഫേക്കായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എങ്കിൽ പോലും ഇവൻ ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നതാണല്ലോ. സോ അതെല്ലാം തന്നെ ഇപ്പോ പാളിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ദാരി ആ ഒരു കാര്യങ്ങളൊക്കെ ഹിയോ അറിഞ്ഞല്ലോ. അവൻ എന്താണ് ഇവളോട് പറഞ്ഞതെന്ന് അറിയില്ല, പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ ഇവളുടെ കൂടെയുള്ളവർ അറിഞ്ഞാല് ഇവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങല്ലോ. കാരണം ഇവളെ ഇത്രയും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് സ്നേഹിച്ച വ്യക്തികളാണ് അവളുടെ കൂടെയുള്ള കൊളീഗ്സ്. എന്നാൽ ഇവള് വലിയൊരു ഫ്രോഡ് പരിപാടി കാണിച്ചിട്ടാണല്ലോ ഇവിടെ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാരും ഇവളെ കുറ്റപ്പെടുത്തുന്നത് ഇവൾക്ക് താങ്ങാനേ ആവുന്നില്ല. പക്ഷെ അവരാരും തന്നെ അതൊന്നും അറിഞ്ഞിട്ടില്ല. ഒരേ സ്നേഹത്തില് ഇവളോട് ബൈബൈയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ജോലി തീർത്ത് പോവാണ്. അതിനുശേഷം ഇവളും ജോലിയും കാര്യങ്ങളൊക്കെ തീർത്ത് ഇറങ്ങി പോകുമ്പോഴാണ് ഹിയോന്റെ ഓഫീസിൽ സംഭവിച്ച കാര്യങ്ങൾ ഇവളെ ഓർക്കുന്നത്. ഹിയോ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവനോട് ക്ഷമയും കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. ഞാനിത് വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല എന്ന് പറയുമ്പോൾ ഹിയോ ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ഇവളോട്
നീ ഇതെന്താ തമാശയായിട്ടാണോ കരുതിയത് എന്ന് ചോദിക്കുന്നു. അതായത് ഇവൾ ആ ഒരു പോസ്റ്റിൽ കള്ളം പറഞ്ഞ് കയറിയത് കൊണ്ടല്ല ഇവന് വിഷമം, ഇവന്റെ ആ ഒരു ഫീലിങ്സ് വെച്ച് കളിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവൾ പറയുന്നത് കേൾക്കാതെ നിന്നെ എത്രയും പെട്ടെന്ന് ഈ ജോലിയിൽ നിന്ന് പുറത്താക്കും, നിനക്ക് ഉടനെ പോവാം എന്ന് പറയുമ്പോൾ ധാരി പെട്ടെന്ന് ഭയങ്കരമായിട്ട് തകർന്നു പോവാണ്. ഇവന്റെ അടുത്ത് യഥാർത്ഥ കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ട് വരുന്നു. പക്ഷേ ഹിയോ, ഞാൻ നിനക്കൊരു ചാൻസ് തന്നതാണ്, പക്ഷെ നീ അത് യൂസ് ചെയ്തില്ല. ആ സ്ഥിതിക്ക് നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവളോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നത്. സോ അതായിരുന്നു അവിടെ സംഭവിച്ചത്. ഇനി അധിക കാലമൊന്നും അവൾക്ക് അവിടെ ജോലി ചെയ്യാനാവില്ല എന്നറിഞ്ഞ് ഇവൾ ഭയങ്കര വിഷമത്തിലാണ് വരുന്നത്. സോ ഇവളുടെ ജോലിയുടെ കാര്യത്തിൽ ഇപ്പൊ ഏതാണ്ട് തീരുമാനം ആയതുകൊണ്ട് തന്നെ ഇവൾ അമ്മയോട് വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവർക്ക് അറിയില്ലല്ലോ ഇവള് ഒരു അമ്മയാണ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോഴുള്ള ജോലിയിൽ പ്രവേശിച്ചത് എന്ന കാര്യങ്ങളൊന്നും. എന്നാൽ ആ ഒരു കാര്യം ഇവള് പറയാൻ വരുമ്പോ അമ്മ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഒരു ഗുഡ് ന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അമ്മയുടെ ഡിസ്ചാർജിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ ഇവർക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര സന്തോഷമാവാണ്. എന്നിട്ട് അമ്മ ഇവർക്ക് ഇത്രയും നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ കിട്ടിയത് മാത്രമല്ല ഇത്രയും നല്ല ഹോസ്പിറ്റലിൽ തന്നെ കിടന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിച്ചതും ഇവൾക്ക് ഒരു വലിയ കമ്പനിയിൽ നല്ലൊരു ജോലി ഉള്ളത് കൊണ്ടാണല്ലോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമ്മുടെ വീട് നഷ്ടപ്പെടില്ല, തെരുവിൽ കിടക്കേണ്ടി വരില്ല, നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് അമ്മ സംസാരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവൾക്ക് അവരെ വിഷമിപ്പിക്കാനായിട്ട് ആ ഒരു ബാഡ് ന്യൂസ് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പറയാതെയാണ് ഇവൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ആ ഒരു ജോലിയിൽ തുടരേണ്ടത് ഇവൾക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹിയോനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച ഇവന്റെ സ്ഥലത്തേക്ക് ഇവളിപ്പോ ഭയങ്കര മഴയത്ത് നനഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ അത് അറിയിക്കാനായിട്ട് ഫോണിൽ വിളിച്ചു നോക്കുന്നു, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. വേറെ വഴിയിൽ അത് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നു. ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ്, കുറച്ച് സമയം ഉണ്ടാവോ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് അവന്റെ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിലും ഹിയോ ആ ഒരു മെസ്സേജ് ഇതുവരെ സീൻ ചെയ്തിട്ടില്ല, താഴെ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും അവൻ വരാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഇവള് ഭയങ്കര വിഷമത്തിൽ തിരിച്ചു പോകുന്ന കാര്യം ഇവൾക്ക് ആലോചിക്കാൻ വയ്യാതെ ആ ഒരു മഴയത്ത് തന്നെ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ഹിയോ കൂടെയൊക്കെ ആയിട്ട് ഇവളുടെ അടുത്തേക്ക് ഏതായാലും എത്തുകയാണ്. എന്നിട്ട് ഹിയോ ഇപ്പോൾ ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ദാരി ഇവനോട് നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി തന്നതിന് താങ്ക്സ് പറയുമ്പോൾ ഹിയോ എന്തായാലും നീ എക്സ്ക്യൂസ് പറയാനാണ് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, തൽക്കാലം അത് കേൾക്കെങ്കിലും ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് പറയാനായിട്ട് പറയാണ് ഇവൾക്ക് പറയാനുള്ളത്. സോ ഇവളും ഇവളുടെ ആ ഒരു കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഞാൻ എന്റെ 20s ഒരു ജോലി കണ്ടെത്താനായിട്ട് ഭയങ്കരമായി പ്രയാസപ്പെട്ടിരുന്നു. തുടർച്ചയായിട്ട് എനിക്ക് പരാജയങ്ങൾ മാത്രമാണ് ഉണ്ടായത്. അതിനിടയിൽ തന്നെയാണ് ആദ്യമായിട്ട് ജെജുവിലേക്ക് ട്രിപ്പ് വരുന്നത്. പക്ഷെ ആ സമയത്ത് അവിടെ വെച്ചാണ് എന്റെ അമ്മ ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞ് എനിക്ക് കോള് വരുന്നത്. എന്ന് പറയുമ്പോൾ ഹിയോ ജെയ്ജോ നീ ഉദ്ദേശിക്കുന്നത് ആ ദിവസമാണോ എന്ന് ചോദിക്കുമ്പോൾ, അതായത് ഇവര് ഒരുമിച്ച് ഉള്ള സമയത്താണല്ലോ ഇവളെ പെട്ടെന്ന് കാണാതാവുന്നത്. സോ ആ ദിവസമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ, അതുകൊണ്ടാണ് അന്ന് ഞാൻ നിങ്ങളോട് ഒരു ഗുഡ് ബൈ പോലും പറയാതെ ഇറങ്ങിപ്പോയത് എന്ന് പറയുമ്പോഴാണ് ഇവൻ ആ ഒരു കാര്യം അറിയുന്നത്. ഇവന്റെ മനസ്സിൽ ഇതുവരെ ഇവള് അന്ന് അവനെ ആ ഒരു പാതിക്ക് ഇട്ടിട്ട് കളഞ്ഞിട്ട് പോയ ഒരു വ്യക്തിയായിട്ടാണല്ലോ ഉള്ളത്. സോ ഇവളും ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്റെ സിസ്റ്റർ വലിയൊരു എമൗണ്ട് കടമാക്കി വെച്ചിട്ടാണ് എങ്ങോട്ടോ പോയത്. അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ലും ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട് പോലും കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫുൾ ടൈം ജോബ് ആവശ്യമായിരുന്നു. പക്ഷെ 30 വയസ്സുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ തന്നെ എവിടെയെങ്കിലും ഹയർ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ കമ്പനിയിലെ ഒരു ജോബ് പോസ്റ്റ് കാണുന്നത്. എനിക്കറിയായിരുന്നു ഞാൻ ചെയ്യുന്നത് തെറ്റ് തന്നെയാണെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർഗത്തിൽ നിന്ന് വിളി വന്നതുപോലെയാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ആയത്. പിന്നെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഇല്ലായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം പോലും നേരെ ചൊവ്വേ ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. കുറ്റബോധം മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് ഇവളെ വീണ്ടും ഇവനോട് ക്ഷമ ചോദിക്കുകയാണ്. ഇതുകൊണ്ട് ഒരു അർത്ഥമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ എനിക്ക് കുറച്ചുകൂടി സമയം തരണം, മറ്റൊരു ജോലി കണ്ടെത്തുന്നത് വരെ കുറച്ചും കൂടെ സമയം തന്നൂടെ എന്നൊക്കെ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ അയ്യോ ഇവള് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ, അത് കഴിഞ്ഞ് തീരുമാനം പറയാം എന്നാണ് പറയുന്നത്. അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും അവന് വിശ്വാസം ആയിട്ടുണ്ട്. അതിനുശേഷം ഇവള് ഇപ്പൊ തിരിച്ച് ഇവളുടെ സ്ഥലത്ത് വന്ന് ആ ഒരു മുത്തശ്ശ മരത്തിന് താഴെ ഇരിക്കുകയാണ്. ആ ഒരു സമയം വൂവും ഇവളുടെ അടുത്തേക്ക് വരുന്നു. ദാരി ഹിയോ എല്ലാം അറിഞ്ഞതുപോലെ സംസാരിക്കുമ്പോൾ വൂവിനും മനസ്സിലാവുന്നുണ്ട് ഹിയോ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നത് ദാരിയും അറിഞ്ഞു എന്ന്. അതുകൊണ്ട് തന്നെ ഇവളോട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വേറെ ജോലി നോക്കാം, തീർച്ചയായും നിനക്ക് നല്ലൊരു ജോലി കണ്ടെത്താൻ സാധിക്കും, നീ പണ്ടത്തെ പോലെ നല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ദാരി നീ എല്ലാ ചെലവ് ഏറ്റെടുക്കുന്ന കാര്യമാണ് പറയാൻ വരുന്നെങ്കിൽ പറയണ്ട എന്ന് പറയുമ്പോൾ വൂ അതല്ല, ഞാൻ ഒരുപാട് നാളായിട്ട് നിന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞ് ഇവളെ ഇഷ്ടമാണ് എന്ന കാര്യം ഡയറക്റ്റ് ആയിട്ട് ഇവളെ അറിയിക്കുകയാണ്. ഞാൻ നിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ല കാണുന്നത്, ഞാൻ എന്റെ ഗേളായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കര ഇതിൽ സംസാരിക്കുമ്പോൾ ഇവള് നന്നായിട്ട് തന്നെ ഷോക്കായി പോവാണ്. എന്ത് പറയണം, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊന്നും അറിയാതെ ഇരിക്കുകയാണ്. വർഷങ്ങളായിട്ടുള്ള ഇവളുടെ ഒരു ഫ്രണ്ടാണ്, ഫാമിലിയാണ്, ബ്രദറിനെ പോലെ കണ്ട വ്യക്തിയാണ്. വൂം ഇവളോട് എനിക്കറിയാം നമ്മൾ 20 വർഷമായിട്ട് ഒരു ഫാമിലി പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്, പക്ഷെ ഇത്രയും നാൾ ഞാനിത് നിന്നോട് തുറന്നു പറയാതിരുന്നതിന് കാരണം എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഒരു വിശ്വാസമില്ല. പക്ഷേ ഇനി അത് മറിച്ചെടുക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അതോർത്ത് എന്തായാലും റിഗ്രറ്റ് ചെയ്യും, അത് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്കത് മറച്ചു വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോ ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോ നീ ഇപ്പോൾ ആൻസർ പറയണ്ട, നല്ലോണം ആലോചിച്ച് നിന്റെ സമയം എടുത്ത് നീ പറഞ്ഞാൽ മതി, ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇവളും എന്താലോചിച്ചിട്ടാണെന്ന് അറിയില്ല ശരി ശരി എന്ന് പറയാണ്. അപ്പോ ഇവിടെ ഹിയോ ഭയങ്കര തകർത്ത് ദാരിയുടെ ചിന്തകളിലാണ്. അമ്മ ഇവനോട് പറഞ്ഞിരുന്നല്ലോ ഇവന്റെ മനസ്സ് പറഞ്ഞതുപോലെ കേൾക്കാൻ.
അതുപോലെ തന്നെ യാങ് നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളെ തിരിച്ച് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പോലും നമ്മൾ അവരെ വിട്ടുകളേണ്ട കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ദാരിയും യഥാർത്ഥ സത്യങ്ങളെല്ലാം തന്നെ ഇവനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മുന്നേ ഇവന് അവളോട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവളുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ വെച്ചിട്ടാണല്ലോ അവൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഐലൻഡിൽ വെച്ച് ഇവനോട് ഒരു വാക്ക് പോലും പറയാതെ പിരിഞ്ഞതൊക്കെ ഇവനും അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണ്. സോ ഇവൻ പോലും അവളുടെ സ്ഥാനത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇവനിപ്പോ ഒരു ഡബിൾ മൈൻഡ് ആയിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. രാവിലെ തന്നെ മകനെയും കൂട്ടി അവനെ പ്ലേ സ്കൂളിലാക്കാനും അവൻ ജോലിക്കൊക്കെ ആയിട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ദാരിയും കറക്റ്റ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത്. പക്ഷെ ഇവൾക്ക് ഇപ്പൊ ഇവനെ ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇവള് മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം ഇവള് ഇപ്പൊ ഭയങ്കരമായിട്ട് മടിച്ചാണ് ജോലിക്ക് എത്തിയിരിക്കുന്നത്. കാരണം ഇവള് ഇപ്പൊ ഒരു കുറ്റക്കാരി ആയിട്ട് ആയിരിക്കുമല്ലോ ഹിയോ കാണുന്നത്. അധികം നാളൊന്നും ഈ ജോലിയിൽ ഉണ്ടാവുകയില്ലെന്ന് ഇവൾക്ക് അറിയാം. സോ അതൊക്കെ ആലോചിച്ച് വരുന്ന സമയത്ത് കറക്റ്റ് അവിടെയുള്ള ഒരു ക്ലീനിങ് സ്റ്റാഫിനെ ഒരാൾ വന്ന് തട്ടിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ടിഷ്യൂവും കാര്യങ്ങളും എല്ലാം തെറിച്ചു പോവാണ്. ദാരിയും പെട്ടെന്ന് അത് കണ്ട് അങ്ങോട്ടേക്ക് ചെന്ന് അവരെ പോയി ഹെൽപ്പ് ചെയ്യുന്നു. ആ സമയം തന്നെയാണ് ഹിയു അങ്ങോട്ടേക്ക് വരുന്നത്. ഇവ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവളെ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതും ആ ഒരു തിരക്കിട്ട ഓഫീസിൽ ദാരി മാത്രമാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. ഇവന് ഫസ്റ്റ് ടൈം ഇവളോട് ഒരു സ്പാർക്ക് തോന്നിയത് തന്നെ അന്ന് ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീയെ റോഡിൽ വെച്ച് ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ. അതേ ഫീൽ തന്നെയാണ് ഇപ്പോഴും ഇവന് ഇവളെ മറ്റൊരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ കിട്ടുന്നത്. അപ്പോഴേക്കും അവിടെയുള്ള ഒരു ടിഷ്യൂ ഒരാൾ തട്ടി തെറിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് ഉരുണ്ടുരുണ്ട് പോവാണ്. ഇവളും അത് എടുക്കാനായിട്ട് അതിന് പിന്നാലെ ഓടുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വന്ന് തടഞ്ഞു നിൽക്കുന്നത് ഹിയുവിന്റെ കാലിലാണ്. ഇവള് പെട്ടെന്ന് ഇവനെ കണ്ട് ഒന്ന് ഷോക്കാവുന്നു. ഹിയു തന്നെ ഇവൾക്ക് അത് എടുത്തു കൊടുക്കാണ്. ഇവള് അന്നൊരു ഓറഞ്ച് എടുത്ത് ഇവന് കൊടുത്തിരുന്നല്ലോ അതേപോലെ. എന്നിട്ട് ഒന്നും പറയാതെ ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവന്റെ മനസ്സ് പറയുന്നത് കേൾക്കാൻ തീരുമാനിച്ചതുപോലെ. അപ്പോൾ ഇവിടെ ഹോങ് ഇവന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ജോലിക്കാരി ഇന്ന് വന്നിട്ടുള്ള ലെറ്ററും കാര്യങ്ങളൊക്കെ എടുത്ത് അകത്തോട്ട് കൊണ്ടുപോകുന്നത് കണ്ട് അതെന്താ എനിക്ക് വല്ല ലെറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സെർവന്റ് ഇത് മിസ്റ്റർ യുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അത് ഇവന്റെ അച്ഛന്റെ പേരാണ്. സോ ഇവനും പെട്ടെന്ന് അത് വാങ്ങിയിട്ട് നോക്കുമ്പോൾ അതിൽ ജീഹിയുടെ ഭാഗത്തു നിന്നാണ് ആ ഒരു ലെറ്റർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ജോലിക്കാരിയെ ഏൽപ്പിക്കുന്നില്ല. ഇവൻ തന്നെയാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇവനത് തുറന്നു നോക്കുമ്പോൾ അതില് ഹിയുന്റെയും ദാരിയുടെയും ഫോട്ടോസ് ഉണ്ടല്ലോ. ആ ഒരു ഫോട്ടോസ് ഇവന്റെ അച്ഛനെ കാണിച്ച് യാഗമായിട്ടുള്ള ഹിയുവിന്റെ വിവാഹം മുടക്കാനാണ് ജീഹി ശ്രമിച്ചത്. സോ അതെല്ലാം കൊണ്ട് ഇപ്പോ ഹോങ് ജീഹിയെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവളോട് തന്നെയല്ല ഇത് അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ ജീഹി അത് സമ്മതിക്കുന്നില്ല. ഞാനിതിനെന്തൊക്കെ അയക്കുന്നത് ഞാനൊന്നുമല്ല എന്ന് പറയുമ്പോ ഇവൻ പിന്നെ ആർക്കാ നിന്റെ ആംഗ്ലയുടെ വിവാഹം മുടക്കാൻ ഇത്ര താല്പര്യം? നീ എന്താ വിചാരിച്ചത്? ഇത് അയച്ചെന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ ഈ ഒരു വിവാഹം ക്യാൻസൽ ചെയ്യുന്നതാണോ നീ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതായത് ഇവന്റെ അച്ഛനും അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു വിവാഹം കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അല്ലാണ്ട് മകളുടെ നല്ലതിന് വേണ്ടിയിട്ടൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഹോങ് ഇവളോട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ച് പേടിപ്പിച്ചെന്ന് പറഞ്ഞ് എന്തായാലും ഈ വിവാഹം ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. നിനക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് നീ എന്നോട് പറ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടല്ലേ ഉള്ളത് എന്ന് പറഞ്ഞ് ഇവളെ ശൃംഗരിച്ചിട്ട് പോവാണ്. പക്ഷെ ഇവൾക്ക് ഇവനെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ അവന്റെ കൂടെ ഒരു ടീം ആവാനോ കുറച്ച് താല്പര്യക്കുറവുണ്ട്. കാരണം ഇവൻ മുന്നേ തന്നെ ഇവളെ തേച്ചിട്ട് പോയ വ്യക്തിയാണല്ലോ. അതിനുശേഷം ഇവരുടെ ടീമിൽ നിന്ന് ആ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, മരങ്ങളിൽ നടന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്ന പ്രോജക്റ്റ്. സോ ആ ഒരു കാര്യങ്ങളുടെ ആഡും കാര്യങ്ങളൊക്കെ നൽകാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഈ ഒരു മിന്നും അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയും ഒരുമിച്ച് ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ ദാരി മാത്രം ഒറ്റയ്ക്കാവാണ്. സോ ഇവള് ഞാൻ മാത്രം എങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് ഇവളോട് മാത്രം പോകാനായിട്ട് പറയാണ്. ഈ മിന്നും ഈ ഒരു പെൺകുട്ടിയും തമ്മിൽ ഇപ്പോൾ ചെറിയ ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചതാണെന്ന് മുന്നേ തന്നെ പറഞ്ഞതാണല്ലോ. സോ ഇവർ തമ്മിൽ കുറച്ച് ഇപ്പോൾ അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവളോട് ഒറ്റയ്ക്ക് പോകാനായിട്ട് പറയാണ്. ഇവളും ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് എന്നറിയാതെ നിൽക്കുമ്പോൾ ഹിയോ നീ ഒറ്റയ്ക്ക് പോണ്ട ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇവൻ കൂടെ വരാന്ന് പറയുമ്പോൾ ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര ഇതാവാണ്. വേറെ നിവൃത്തിയില്ലാത്ത ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഇവന്റെ വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. എന്നിട്ട് സീറ്റിൽ കയറാനായിട്ട് വരുമ്പോൾ പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ട് ഹിയോ ഇവളോട് ഡ്രൈവ് ചെയ്യാനായിട്ട് പറയാണ്. അപ്പൊ ദാരി ഞാൻ ടെസ്റ്റിന്റെ എന്നാ ലാസ്റ്റ് വണ്ടി എടുത്തത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഹിയോ ആ ഒരു കീ ഇവൾക്ക് നൽകുകയാണ്. ഇവളും വേറെ വഴിയില്ലാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷെ അവർ അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഹോങ് അവിടെ നിന്ന് കാണുന്നുണ്ട്. ഇവൻ ജീഹിയെ കണ്ടിട്ട് ഇറങ്ങുന്ന വഴിയാണല്ലോ. സോ ഇതാണ് ദാരി എന്ന കാര്യമൊക്കെ ഇവനെ മനസ്സിലാവുന്നു. അതിനുശേഷം ദാരി എങ്ങനെയൊക്കെയോ ഈ വണ്ടി റോഡിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ വളരെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈക്കിൾ പോലും ഇവരെക്കാൾ മുന്നേ വേഗത്തിൽ പോകുന്നുണ്ട്. വളരെ പേടിച്ചാണ് ഇവള് വണ്ടി ഓടിക്കുന്നത്. അത് കണ്ട് ഹിയോ അല്പമെങ്കിലും ഒന്ന് സ്പീഡ് കൂട്ട്, ഇതിപ്പോ നമ്മൾ എപ്പോ എത്താനാ എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഭയങ്കര ഇതിൽ പെട്ടെന്ന് ആക്സിലേറ്റർ ചവിട്ടി കൊടുക്കാണ്. പക്ഷെ മുന്നിൽ ട്രാഫിക് ആണ്. ആ ഒരു മുന്നിലുള്ള വണ്ടി ഇടിക്കുന്ന പോലെ ചെല്ലുന്നു. പക്ഷെ കറക്റ്റ് ഇവള് ബ്രേക്കും കാര്യങ്ങളും ചവിട്ടുന്നത് കൊണ്ട് കഷ്ടിച്ച് രക്ഷപ്പെടാണ്. ഹിയും പെട്ടെന്ന് ഇവളാണ് നിനക്ക് തലയ്ക്കല്ല കുഴപ്പമുണ്ടോ ഇങ്ങനെയാണ് വണ്ടി എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് പിന്നെ ഞാൻ ഒരുപാട് നാളായാലും വണ്ടി ഓടിച്ചിട്ട് മാത്രമല്ല നിങ്ങൾ തൊട്ടടുത്തിരിക്കുമ്പോൾ ഞാൻ കുറച്ച് നെർവസ് ആയി പോയതാണ് എന്ന് പറയുമ്പോൾ ഹിയോ ഞാൻ എന്താ നിന്നെ പിടിച്ച് തിന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അല്ല അതല്ല എനിക്കറിയില്ലല്ലോ നിങ്ങൾ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കോ ഇല്ലയോ എന്ന്, അതുകൊണ്ട് ഞാൻ അതിന്റെ ആ ഒരു വിഷമത്തിലും ടെൻഷനിലൊക്കെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഹിയോ
എങ്കിൽ പിന്നെ നീ റിലാക്സ് ആവുക. ഞാൻ എന്തായാലും നിന്നെ ഉടനെ കമ്പനി നിന്ന് പുറത്താക്കാൻ പോകുന്നില്ല. നമുക്കിനി എക്സിബിഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവളെ പോകുന്നതിന് മുന്നേ ആ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇവൾക്ക് കുറച്ച് ടൈം കൂടി ഇവൻ കൊടുക്കുകയാണ്. ഇവളും ഭയങ്കര ഇതിൽ ഇവനോട് താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം ഇവർ ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇവരുടെ ആ ഒരു പരസ്യവും കാര്യങ്ങളൊക്കെ അവിടെയുള്ള നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കുന്നു. പക്ഷെ ഹിയോ അപ്പോൾ ദാരി അത് ഒട്ടിക്കുന്ന സമയത്ത് അത് ലെവലായിട്ടല്ല എന്ന് പറഞ്ഞ് ഹിയോ മനഃപൂർവ്വം തന്നെ ഇവളുടെ അടുത്തേക്ക് വന്ന് ആ ഒരു പശയും കാര്യങ്ങളൊക്കെ ഉണങ്ങുന്നത് വരെ ഇവളുടെ കൈയൊക്കെ പിടിച്ച് ചേർന്ന് നിൽക്കുകയാണ്. ഇവൻ എന്തിനാണ് ഇത്ര ക്ലോസ് ആവുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഹിയോ ഭയങ്കര ഇതില് മനഃപൂർവ്വം തന്നെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹിയോന്റെ അമ്മ ദാരിയുടെ അമ്മയുടെ കാര്യങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇവരെടുത്ത ആ ഒരു വലിയ ഡിസിഷനും കാര്യങ്ങളൊക്കെ ഇവരുടെ മകന് ഇഷ്ടമല്ലാത്ത ആ ഒരു കല്യാണം ബ്ലോക്ക് ചെയ്തതും അതുപോലെ തന്നെ ഇവരുടെ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് തന്റെ സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കാൻ പോകുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദാരിയുടെ അമ്മയും അത് വളരെ നല്ല കാര്യമാണ് എന്ന് പറയുമ്പോൾ ഹിയോന്റെ അമ്മ ഇവരോടാണ് അതിനൊക്കെ താങ്ക്സ് പറയുന്നത്. ദാരിയുടെ അമ്മ പറഞ്ഞ വാക്കുകളാണല്ലോ ഇവർക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ കൊടുത്തത്. ആ ഒരു ബലത്തിലാണ് ഇവർ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞ് താങ്ക്സും കാര്യങ്ങളൊക്കെ പറയാണ്. സോ അവരത് സംസാരിച്ചിട്ട് ദാരിയുടെ അമ്മ ഇനി നമ്മൾ അധിക ദിവസം ഒന്നും കാണുമെന്ന് തോന്നില്ല, ഞാൻ ഉടനെ ഡിസ്ചാർജ് ആകാൻ പോവാ, നിന്റെ കാലം ഓക്കെ ആയാലോ, നിനക്ക് ഉടനെ പോകാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇവര് അതെ എനിക്ക് പോവാം, പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഡിസ്ചാർജ് ചെയ്താൽ ഞാൻ എന്തായാലും എന്റെ ഹസ്ബൻഡിനോടൊപ്പം താമസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങോട്ടേക്ക് ചെന്നാലും എന്നെ എന്തായാലും സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കും. അയാളുടെ ആളുകളും എന്നെ നോക്കാനായിട്ടുണ്ടാവും. അനങ്ങാൻ പോലും പറ്റില്ല. ഹോട്ടലിൽ താമസിക്കാന്ന് വെച്ചാൽ അവിടെയും അയാളുടെ കാവലക്കാരുണ്ടാവും. അയാൾ എങ്ങനെയെങ്കിലും അതറിയും. അയാളുടെ അറിവില്ലാതെ എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. അയാളുടെ നിരീക്ഷണത്തിൽ എനിക്ക് കിടക്കാൻ ഒരു താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ദാരിയുടെ അമ്മ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വാ, അവിടെ ഞാനും എന്റെ മകളും മാത്രമേ ഉള്ളൂ. അവിടെ ഒരു റൂം ഇപ്പൊ ഫ്രീ ആയിട്ടുണ്ട്. നിന്റെ ഹസ്ബൻഡ് ഏതായാലും അവിടെ വന്ന് നിന്നെ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. നീ എവിടെയെങ്കിലും ട്രിപ്പ് പോവാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഇവര് അത് ശരിയായിരിക്കോ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദാരിയുടെ അമ്മ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തന്നെ ഇവരോട് അവരെ വീട്ടിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞ് ക്ഷണിക്കാണ്. അത് കേൾക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാവുന്നു. കാരണം ഇവർക്ക് ഒരുപാട് നാളോട് കിട്ടിയ ഒരു നല്ല ഫ്രണ്ട് ആണല്ലോ ദാരിയുടെ അമ്മ. ഒരു നല്ല സപ്പോർട്ടിന് കൂടെ നിന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിൽ ഇവർ ഓക്കെ പറയുകയാണ്. അതിനുശേഷം ഹിയോ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നാൽ അവിടെ തന്നെ വൂവും ഇരിപ്പുണ്ട്. ഇവനും ആ ഒരു പ്രോജക്റ്റിന്റെ ഫോട്ടോഗ്രാഫറും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അവനും ആ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ വൂവിനെ ഹിയോ കാണുന്നത് കൊണ്ട് തന്നെ മനഃപൂർവ്വം ഇവന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. മുന്നേ ദാരിയുടെ ഹസ്ബൻഡ് ആണ് എന്ന രീതിയിലാണല്ലോ ഹിയോ ഇവനോട് ഒരു അകലവും കാര്യങ്ങളൊക്കെ പാലിച്ചിരുന്നത്. പക്ഷേ വൂ ഹിയോനെ കണ്ടിട്ട് വലിയ മൈനൊന്നും കാണിക്കുന്നില്ല. ഹിയോ സംസാരിക്കുന്നത് കേട്ടിട്ടും അതിന് റിപ്ലൈ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല, മൂളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹിയോ ശരിക്കും നീ സ്ക്രിപ്റ്റ് വായിക്കുക തന്നെയാണോ, എന്തായാലും നീ നല്ലൊരു ആക്ടറാ, എന്നെ നല്ലോണം ഫൂളാക്കിയില്ലേ, ഞാനും അതുകൊണ്ട് വിശ്വസിച്ച് നീ ശരിക്കും അവളുടെ ഹസ്ബൻഡ് ആണെന്ന് വിചാരിച്ചത് എന്ന് പറയുമ്പോൾ വൂവിന് ഇപ്പൊ ഭയങ്കര അധികാരത്തിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സോറി, ഞാൻ നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്നോ ചതിക്കണമെന്നോ വിചാരിച്ചിട്ടില്ല. ദാരി അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ കൂടെ നിന്നത് എന്ന് പറയുമ്പോൾ ഹിയോ അവളുടെ ഫാമിലി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷേ കമ്പനിക്ക് അത് മനസ്സിലാവണമെന്നില്ല. അവളെ എന്തായാലും ജോലി ഉടനെ തന്നെ പിരിച്ചുവിടും എന്ന് പറയുമ്പോൾ വൂ അതെനിക്കറിയാം, കുഴപ്പമില്ല, ഞാൻ എന്തായാലും അവളെ അതിനുശേഷം നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അത് ഇവന് ഇഷ്ടപ്പെടുന്നില്ല. അത് പറയാൻ നീ ആരാ എന്ന് ചോദിക്കാണ്. അപ്പൊ വൂ ദാരിയെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ സന്തോഷത്തിലും ദുഃഖങ്ങളിലും എന്നും ഉണ്ടായിരുന്ന ഫ്രണ്ട് എന്ന് പറയാണ്. സോ അത് കേൾക്കുമ്പോൾ ഹിയോന് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. ഇവർ തമ്മിൽ ഒരു മത്സരം തന്നെ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോഴേക്കും അവരുടെ ആ ഒരു ഇന്റർവ്യൂ തുടങ്ങാനുള്ള സമയമായി. ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. ദാരിയും അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ വൂവിനോടാണ് ഇന്റർവ്യൂറെ ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നത്. അതായത് ഇവനൊരു വലിയ ഫോട്ടോഗ്രാഫർ ഒന്നും ആയിരുന്നില്ലല്ലോ, പക്ഷെ ഇവന്റെ ആ ഒരു കഴിവും കാര്യങ്ങളൊക്കെ അപാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവനും ഭയങ്കര ഇതായിട്ട് അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദാരി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈയും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കാണ്. പക്ഷെ ഹിയോന് അതൊട്ടും ദഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ അറിയാതെ എന്ന പോലെ മനഃപൂർവ്വം അവിടെ ഉണ്ടായിരുന്ന വെള്ളം തട്ടി വൂവിന്റെ ദേഹത്തോട്ട് ഒഴിക്കാണ്. അയ്യോ സോറി അറിയാതെ പറ്റിപ്പോയതാ എന്ന് പറയുമ്പോൾ വൂവിന് മനസ്സിലാവുന്നുണ്ട് ഇവൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന്. കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. സോ അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഹിയോന്റെ അടുത്താണ്. ഇവന് ഒരുപാട് എംപ്ലോയീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഉള്ളവരെ എങ്ങനെയാണ് ഇവൻ ഹാൻഡിൽ ചെയ്തത്, അവരെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹിയോ ഇവന്റെ കൂടെയുള്ളവരെ വളരെ സപ്പോർട്ടീവ് ആണ്. തന്നെക്കാൾ ഈ ഒരു പ്രോജക്റ്റിൽ അധികം എഫോർട്ട് ഇട്ടത് അവരാണ്. പിന്നെ ഈ പിന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയിലെ അവളാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ ഐഡിയക്ക് തന്നെ കാരണക്കാരിയായത്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ഭയങ്കര ഫീൽ ആയിട്ട് പറഞ്ഞ് ദാരിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇവളാണ് ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കുന്നത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏതാണ്ട് ഒരേ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതിൽ സംസാരിക്കുമ്പോൾ വൂവിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവനും മനഃപൂർവ്വം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളം അറിയാതെ എന്ന പോലെയല്ല, മനഃപൂർവ്വം തന്നെ തട്ടി ഹിയോനെ ദേഹത്തോട്ട് ഒഴിക്കാണ്. എന്നിട്ട് അയ്യോ സോറി ഞാൻ അറിയാതെ തട്ടിയതാ എന്ന് പറയുമ്പോൾ ഹിയോനെ മനസ്സിലാവും തന്നെ ഇവൻ പകരം വീട്ടിയതാണ് എന്ന്. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാണ്. പക്ഷെ ദാരിക്ക് അവർ തമ്മിൽ നടക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു ഇന്റർവ്യൂലേക്ക് ഹിയോ ഇവളെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ അവരും ഇവളെ ആ ഒരു ഇന്റർവ്യൂലേക്ക് ക്ഷണിക്കാണ്. സോ ഇവളോട് ഈ ഒരു പ്രോജക്റ്റ് വിജയിക്കാൻ കാരണം എന്താണ് എന്നൊക്കെ ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ ഇവളെ ഹിയോനെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ അതിന് സാധിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഹിയോനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവൻ വൂവിനെ കാണിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് പൊങ്ങി കാണിക്കാണ്.
അതൊട്ടും തന്നെ വൂവിനെ പിടിക്കുന്നില്ല. പക്ഷേ ദാരയ്ക്ക് വൂവിനെ കുറിച്ചും വൂവിന്റെ എഫോർട്ടിനെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ വൂവിനെയും ഇവള് അടുത്തതായിട്ട് പൊക്കി പറയാണ് ഇദ്ദേഹത്തിന്റെ പങ്ക് ചെറുതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വൂവിനെ ദാരയെ പൊക്കി പറയുന്നത് കേൾക്കുന്നത് ഹിയോനെ പിടിക്കുന്നില്ല. അവർ തമ്മിൽ വലിയൊരു ഈഗോയും കാര്യങ്ങളൊക്കെ ഇവൾക്ക് വേണ്ടിയിട്ട് കാണിക്കുകയാണ്. അതിനുശേഷം ഹിയോനെയും വൂവിനെയും വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ രണ്ടുപേരും രണ്ട് കൊമ്പത്ത് പോയി നിൽക്കുകയാണ്. എന്നാൽ ഇവർക്ക് വേണ്ടത് അവർ ഒരുമിച്ചുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ്. സോ എങ്ങനെയൊക്കെയോ പറഞ്ഞ് രണ്ടുപേരും ഒരു താല്പര്യമില്ലാതെ കൈ കൊടുത്ത് ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ അവർ എടുക്കുകയാണ്. അതിനുശേഷം ഇവർ ഓഫീസിൽ വന്നിട്ട് വു തിരിച്ചു പോകാനായിട്ട് തുടങ്ങാണ്. അപ്പോൾ ഇവളെയും നമുക്ക് ഒരുമിച്ച് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഹിയോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവൻ അവരുടെ മുന്നിലേക്ക് പോകുന്നില്ല, അവിടെ മറിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ദാരിക്ക് ഇവനോട് ഇപ്പൊ പഴയതുപോലെ അല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇല്ല എനിക്ക് ഇവിടെ ചെറിയ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് തീർത്തിട്ട് വരാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ വു ഇവളോട് ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ ജോലി തീർത്തിട്ട് പോയല്ലോ, നീ ഒറ്റയ്ക്ക് ജോലി എടുക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഇവള് ബബ അടിക്കാണ്. സോ വുവിന് മനസ്സിലായി ഇവൻ ആ ഒരു കാര്യം തുറന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഇവള് പെരുമാറുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഇഷ്ടമാണ് നിന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണോ നീ ഇങ്ങനെ പെരുമാറുന്നത്, നീ ഇങ്ങനെ റിയാക്ട് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ എനിക്ക് പെർഫെക്റ്റ് ഓക്കെ ആണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് നിന്നെ പ്രപ്പോസ് ചെയ്തത്, ആ ഒരു കാര്യം തുറന്നു പറഞ്ഞത്, നിന്നോട് ആലോചിച്ച് പറയാനാ പറഞ്ഞത്. അതിന് നീ ഇങ്ങനെ പെരുമാറേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എന്തായാലും താഴെ വെയിറ്റ് ചെയ്യാം, നീ ജോലി എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൻ താഴേക്ക് ഇറങ്ങി പോവാണ്. അതെല്ലാം തന്നെ ഹിയോ കേൾക്കുന്നുണ്ടല്ലോ. വു ദാരിയെ പ്രപ്പോസ് ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ ഹിയോ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഹിയോ പെട്ടെന്ന് ഇവള് ഓഫീസിലേക്ക് വിളിപ്പിച്ച് ഇന്ന ജോലി ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് ചെയ്തതാണല്ലോ, അത് നേരത്തെ തീർത്തല്ലോ എന്നൊക്കെ ഇവൻ ചോദിക്കുന്നതനുസരിച്ച് ഇവള് പറയാണ് ഇവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവന് വൂവിനോടൊപ്പം പോവാതെ ഇവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. എന്നാൽ ദാരിക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ഇവൻ പറയുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ഇവള് ഓൾറെഡി തീർത്തതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പോവാണ്, ബാക്കി നാളെ ചെയ്യാം എന്ന് പറയുന്ന മാത്രമല്ല വൂവും അപ്പോൾ ഇവളെ കറക്റ്റോടെ വിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളും പെട്ടെന്ന് നാളെ കാണാം എന്ന് പറഞ്ഞ് അവൾ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവള് പോകുന്നത് ഹിയോനെ സഹിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവളെ പോയി തടഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം, നീയും ഞാനും മാത്രം എന്ന് പറയുമ്പോൾ ഇവള് ഇല്ല എനിക്ക് ഇന്ന് പറ്റില്ല, എനിക്ക് വേറെ പ്ലാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് ഇവളോട് അതൊക്കെ ക്യാൻസൽ ചെയ്തേക്ക്, നീ എവിടെയും പോണ്ട, എന്നോടൊപ്പം നിന്നാ മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവൻ ഇവളെ കിസ് ചെയ്യാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.